ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതലേ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ജോലി, എന്താണ് നമ്മൾ അവിടെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിട്ട് വരുവാണെങ്കിൽ ചെയ്യേണ്ട ജോലികൾ, പഞ്ചായത്തിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് ടൗൺ പ്ലാനർ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റുകളും അതായത് പേഴ്സണൽ മെസ്സേജുമായിട്ടൊക്കെ ചോദിച്ച ചോദ്യമാണിത്. അപ്പം അതിനൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ ജോലിയുടെ നേച്ചർ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലി പോലെയല്ല, കുറച്ചും കൂടി ഒരു നമുക്ക് പബ്ലിക്കുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലോ ലെജിസ്ലേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അർബൻ പ്ലാനിങ് ആണ്. ആസ് എ നെയിം സജസ്റ്റ്, നമുക്ക് നമ്മുടെ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുക. ആ ഡെവലപ്മെൻറ്റ് പ്ലാൻ പ്രകാരം എങ്ങനെ നമുക്ക് നമുക്ക് ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഒരു അടുക്കുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റി കാരണം നശിച്ചു പോയെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചുയർത്തിക്കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. നമുക്കറിയാം ഒരു പ്രദേശത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബ്രിഡ്ജസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു പിന്നെ പാർക്കുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ട് നിങ്ങൾ കാണുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ കൊല്ലം ജില്ലയിൽ ബ്രിഡ്ജിനടിയിലത്തെ സ്ഥലം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിക്രിയേഷണൽ ഏരിയ ആക്കി മാറ്റി. അതായത് പിള്ളേർക്കുള്ള കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്, സ്കേറ്റിങ്ങിനുള്ള സ്ഥലമുണ്ട്, അതുപോലെ തന്നെ അവിടെ ഓപ്പൺ ഒരു ജിമ്മുണ്ട്, നടക്കാനായിട്ട് വോക്ക് വേ ഉണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് പാർക്കായിട്ടോ ഒക്കെ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാം ടൗൺ പ്ലാനിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോഡുകൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പുതിയതായിട്ട് റോഡുകളുടെ പണികൾ, ഇതെല്ലാം നമുക്ക് ടൗൺ പ്ലാനർ ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ വരുന്നുണ്ട്. പിന്നെ എൻവയറമെൻ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുമ്പോഴും അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനായിട്ട് മാറ്റണം. അതായത് നമ്മൾ എത്രത്തോളം നമ്മളെ ഇന്നത്തെ തലമുറ മാത്രമല്ല ഇനി വരുന്ന ഫ്യൂച്ചർ തലമുറയും നമ്മളിത് കൺസ്ട്രക്ഷൻ നടത്തി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ സോണിങ് റെഗുലേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് സോണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം പഠിക്കുന്നതാണ് ടൗൺ പ്ലാനിങ്ങിനകത്ത്. അതായത് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിവതും ആൾക്കാരെ താമസിപ്പിക്കാതിരിക്കാൻ നോക്കുക. കാര്യം നമുക്ക് പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത. അപ്പോൾ സോണിങ് റെഗുലേഷൻസ് എല്ലാം കണക്കാക്കി എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡ് യൂസ് മാനേജ്മെൻറ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെക്രിയേഷണൽ ഏരിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പബ്ലിക്കിന് വേണ്ട നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊത്ത് നമ്മുടെ ലൊക്കാലിറ്റി ഡെവലപ്പ് ചെയ്തെടുപ്പിക്കാനായിട്ട് ടൗൺ പ്ലാനറിൻ്റെ വലിയൊരു റോളുണ്ട്. പിന്നെ ലീഗൽ കംപ്ലയൻസ് എന്ന് പറഞ്ഞ അടുത്ത ഒരു കാര്യം, അതായത് ലീഗലി നമ്മൾ ഈ ചെയ്യുന്ന കൺസ്ട്രക്ഷനൊക്കെ ലീഗലി എത്രത്തോളം ഒത്തുപോകും, ലെജിസ്ലേഷൻസ് അനുസരിച്ച് നമ്മുടെ നാട്ടിലെ ലോവും ലെജിസ്ലേഷൻസും അനുസരിച്ച് അത് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടൗൺ പ്ലാനർ നടത്തുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ മോസ്റ്റ് മോഡേൺ ടെക്നിക്കായ GIS ഒക്കെ ഉപയോഗിച്ച് ഡേറ്റ അനാലിറ്റിക്സും എല്ലാം ടൗൺ പ്ലാനറിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ദെൻ ഈ പറഞ്ഞ പ്ലാനുകളും പദ്ധതികളും എല്ലാം നമ്മൾ ഓഫീസിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് ടൗൺ പ്ലാനറിന് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ടൗൺ പ്ലാനറിൻ്റെ ഡ്യൂട്ടീസിൽ. അപ്പോൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിന് പറ്റിയ ഒരു ജോലിയാണ് ടൗൺ പ്ലാനർ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം ടൗൺ പ്ലാനർ നമുക്ക് ഒത്തിരിയും അങ്ങനെ വേക്കൻസി ആയിട്ട് വിളിക്കുന്ന ഒരു പരീക്ഷയൊന്നുമല്ല. കഴിഞ്ഞ ലിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസുകളൊക്കെ വളരെ കുറവാണ്. ഇത് 19 വേക്കൻസിയോടുകൂടി LSGD ഡിപ്പാർട്ട്മെൻറ്റിലെ പ്ലാനിങ് വിങ്ങിൽ വന്ന ഒരു വേക്കൻസിയാണ് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ. ആൻഡ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ ഈ സിലബസിനേക്കാളും ഫാർ എളുപ്പമായിട്ടുള്ളൊരു സിലബസ് ആയതുകൊണ്ടും അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു സിലബസ് ആയിട്ടുണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സമയം കളയാതെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിന് തയ്യാറെടുക്കാം. നമ്മുടെ എൻട്രിയിൽ അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിന് നോർമൽ ബാച്ചും അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചും അവൈലബിൾ ആണ്. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ അതിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്ത് തരുന്നതാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.